അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം ജീവിതം എല്ലാ നന്മയിലും വർധനവുള്ളതാക്കി മാറ്റണമേ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വജ്അലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, വജ്അലിൽ ഹയാത ജീവിതത്തെ നീയാക്കണമേ, സിയാദത്തൻ വർദ്ധനവ്, ലി എനിക്ക്, ഫീ കുല്ലി ഖൈർ എല്ലാ നന്മയിലും, എൻ്റെ ജീവിതത്തെ എല്ലാ നന്മകളും വർദ്ധിച്ചു വരുന്നതാക്കി മാറ്റണമേ. നാം ഓരോ ദിവസത്തിലേക്കും പ്രവേശിക്കുമ്പോൾ നമുക്ക് നന്മകൾ ചെയ്യാൻ അവസരം ലഭിക്കേണ്ടതുണ്ട്. ആയുസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് സൽക്കർമ്മങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കണം. പാപങ്ങളല്ല വർദ്ധിക്കേണ്ടത്. ഓരോ ദിവസവും ഉറക്കമുണരുമ്പോൾ അല്ലാഹുവേ എനിക്ക് ഇന്ന് കൂടുതൽ നന്മകൾ ചെയ്യാൻ അവസരം നൽകണമേ എന്ന പ്രാർത്ഥന മനസ്സോടുകൂടിയാണ് ഉണരേണ്ടത്. വയസ്സ് കൂടുന്തോറും ആയുസ് കുറയുന്നു. ആയുസ് കുറയുകയും വയസ്സ് കൂടുകയും ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും അറിവിലും വിനയത്തിലും ഇബാദത്തിലും നന്മകളിലുമെല്ലാം കൂടുതൽ കൂടുതൽ മുന്നേറേണ്ടതുണ്ട്. ഒരു കച്ചവടക്കാരൻ ആ കച്ചവടത്തിൽ ആഗ്രഹിക്കുക ദിവസം കഴിയുന്തോറും ലാഭം വർദ്ധിക്കണം, കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകണം എന്നാണ്. അതുപോലെ ഓരോ വിശ്വാസിയും ആഗ്രഹിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നന്മകളുടെ സ്റ്റോക്ക് വർദ്ധിക്കാനാകണം. പ്രായം എന്നത് എത്ര വരെ നമുക്ക് ലഭിക്കും അത് അള്ളാഹു മാത്രം തീരുമാനിക്കുന്ന ഒന്നാണ്. എത്ര ലഭിച്ചാലും ലഭിച്ച ഓരോ സമയവും നന്മയുടെ തുലാസിൽ ഭാരം കൂട്ടുന്നതാക്കുക എന്നതാണ് വിശ്വാസികൾ കൃത്യമായും ചെയ്യേണ്ടത്. മണ്ണിൽ ഒരു വിത്ത് വീണാൽ അത് അവിടെ തന്നെ കിടന്ന് മുളക്കാതെ മരമാവാതെ നശിച്ചു പോയാൽ ആ വിത്ത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിശ്വാസത്തിൻ്റെ വിത്ത് മുളച്ച് വൻമരമായി മാറുന്നത് നന്മകളുടെ വർധനവിലാണ്. അതിനാൽ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആയുസ്സിനെ ധന്യമാക്കാൻ ഓരോരുത്തർക്കും കഴിയണം. ഓരോ വിശ്വാസിക്കും അങ്ങനെ സാധ്യമാകുന്നിടത്താണ് ജീവിതം നന്മയിലെ വർധനവാകുന്നത്. എങ്ങനെയെങ്കിലും ആയുസ് നീട്ടിക്കിട്ടുവാൻ വേണ്ടിയല്ല അള്ളാഹുവോട് ചോദിക്കുന്നത്, നന്മകൾ വർദ്ധിക്കുന്നതായി ആയുസ്സിനെ മാറ്റാനാണ് അള്ളാഹുവോട് തേടുന്നത്. പരീക്ഷാ ഹാളിൽ ഒരു വിദ്യാർത്ഥി കൂടുതൽ എഴുതാനുമുണ്ട്, സമയമാണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ വളരെ വേഗത്തിൽ എഴുതി തീർക്കാൻ ശ്രമിക്കുന്നത് പോലെ നാം ജീവിതമാകുന്ന പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തേക്കുള്ള യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനാൽ പരീക്ഷാ ഹാൾ അവസാനിക്കുമ്പോൾ കൂടുതൽ എഴുതാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. വയസ്സ് കൂടുന്നത് അള്ളാഹുവോടുള്ള അടുപ്പം കൂട്ടാൻ കൂടിയാക്കുക എന്നതാണ് അതുവഴി സംഭവിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരലോകത്ത് വലിയ നേട്ടമുണ്ടാവുകയും വിജയികളുടെ ഗണത്തിൽ നാം പെടുകയും ചെയ്യും. അതിനാൽ നിരന്തരം നാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, വജ്അലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ, ആയുസ് നന്മയിൽ വർധനവുള്ളതാക്കി മാറ്റണമേ എന്ന്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ.